പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഡാർജിലിങ്ങിൻ്റെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന ഹോം സ്റ്റേ. എന്താ പറയുക, ഇത് യുവാൻ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നല്ല രസം, നല്ല ഹോംലി ഫീലിംഗ് ഒക്കെ ആയിരുന്നു എല്ലാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ആൾക്കാരും നല്ല രസം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകണം. ഇതാണ് ഞങ്ങളുടെ ലേഡി പുള്ളിക്കാരത്തി. ഞങ്ങൾക്ക് എന്താ പറയുക, ഇത് ഒരു മുറി ഉണ്ടായിരുന്നു. ഇവിടെ മാമനും ഞങ്ങൾ ഡ്രൈവറും കിടന്ന്. ഇത് പപ്പയുടെ മമ്മിയുടെ മുറി. പപ്പയുടെ മമ്മിയുടെ മുറി ഒന്നും മറന്നിട്ടില്ലല്ലോ, സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ടല്ലോ, അത് ഇവിടുത്തെ അല്ലേ? ഇവിടെ ഇൻവെർട്ടറും വാഷിംഗ് മെഷീനും. ഇത് ഞങ്ങളുടെ മുറിയായിരുന്നു. ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കിച്ചൻ്റെ ഭാഗമായിരുന്നു. ഈ आपका केटल ഇത് ഇവിടുത്തെ കിച്ചന്, ഇത് ഇവിടുത്തെ ഡൈനിങ് റൂമും ഹാളും. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ അലോട്ടഡ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല. പോണ വഴിക്കുള്ള പൈൻ ഫോറസ്റ്റ് ഞങ്ങൾ പോണ വഴിക്ക് വേറെ അപ്പുറത്ത് നല്ല എൻട്രൻസ് ഒക്കെ ആയിട്ടും ബാംബൂ ഷൂട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല രസത്തിന് പണിതേക്കണ പൈൻ ഫോറസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ വാവക്ക് വയ്യാത്ത കാരണം കൊണ്ടേ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് പോയത്, പക്ഷെ അവൻ ഇടയ്ക്കൊന്ന് ഛർദ്ദിക്കുകയും ചെയ്തു പാൽ പിടിച്ച് കാരണം കൊണ്ട്. അപ്പോൾ എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്നൊന്ന് നിർത്തിയതാണ്. വേറൊരു പൈൻ ഫോറസ്റ്റിൻ്റെ ഇത് കണ്ടപ്പോഴേക്കും. ഇവിടെ കുറേ ഉണ്ടല്ലോ, അപ്പുറത്ത് നല്ല അടിപൊളിയായിരുന്നു. അപ്പുറത്തെ സൂപ്പറായിരുന്നു. പക്ഷെ എന്നാലും ഒരു വീഡിയോ എങ്കിലും പൈൻ ഫോറസ്റ്റിൻ്റെ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മാത്രമായിട്ട് ഇറങ്ങി ഓടി വന്നാണ്. ഇത് കണ്ട, അങ്ങ് കയറി പോവാങ്ങ്, അങ്ങ് കയറി പോകണ്ട. ഇതിൻ്റെ തന്നെ എൻട്രൻസ് അങ്ങേ അറ്റത്താട്ടാ. അവിടെ അടിപൊളി ഇതാണ്. അങ്ങ് കയറി ഇഷ്ടം പോലെ പോവാം. ഞാനിത് കുറച്ചേ കയറിയുള്ളൂ, കാരണം ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ അങ്ങ് കിടക്കുക. ഞാൻ ഇറങ്ങട്ടെ, പെട്ടെന്ന് ഓടി വന്നാ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓടി തന്നെ ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങണേ. പാവം വാവ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വീഡിയോയിലെങ്കിലും കാണാതെ. നമ്മുടെ അവിടെ മൂന്നാർ ഊട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, വാഗമണിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്താ പറയുക, ഇത്ര വലുതല്ല. ഒരു ചമ്പണ്ടൻകാട്ടെ മരവും ഇതൊക്കെയാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോയിലെങ്കിലും കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് കൂടെയായിട്ടാണ് മെമ്മറീസ് ഉണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ ഹിന്ദി പഠിച്ചിട്ടാണ് വരുന്നത്. കാരണം എനിക്ക് എൻ്റെ പെണ്ണും പിള്ളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല പറയണമെന്ന് പറഞ്ഞാൽ അവൾ നാണിച്ചിരിക്കും. എന്നിട്ട് 10 പ്രാവശ്യം പറയുമ്പോഴേക്കും അവൾ ഒരു പ്രാവശ്യം കേൾക്കും. ആ ഇതിൻ്റെ സ്ട്രക്ചർ നല്ലതായിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ നല്ലതായതുകൊണ്ട് എടുക്കാനായിട്ട് നോക്കട്ടെ. ഈ ഫ്രണ്ടിലെ ബിൽഡിംഗ് കാരണം ഇവിടെ കിട്ടുന്നില്ല. എന്തോ ഒരു ഇതാന്ന് തോന്നണത്, മോൺസ്ട്രിയാന്ന് തോന്നല്ലേ. ഒന്ന് ബ്രേക്കിലെടുത്തപ്പോഴേക്കും ഇതായതായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെർക്കിലോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. മെർക്കിലൊരു സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങൾ വെറുതെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ബ്രേക്കിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും പൈൻ ഫോറസ്റ്റ് തന്നെ, ഇത് കോട തന്നെ ഉണ്ടോ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേപ്പാൾ ബോർഡറിൻ്റെ ഗേറ്റ് വരും എന്നിട്ട് പറയണേ. നമ്മൾ മെർക്കിലോട്ടാണ് പോകണേ, മെർക്ക് വഴിയാണ് പോകണേ. നമ്മൾ ഓൾറെഡി നേപ്പാളിൽ കയറി കാരണം നേപ്പാളിലോട്ട് കയറുന്നില്ല. നേപ്പാളില് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും, പക്ഷെ പ്രൈസ് ഏകദേശം സിമിലർ ആണെന്ന് പറയണ കേട്ടോ. ഇതിവിടെ ഏതൊരു ചെറിയൊരു टेम्पल मंदिर राइट साइड है ना,
नेपाल ഓക്കെ റൈറ്റ് പോയി ഓക്കെ അപ്പുറത്തെ സൈഡ് നേപ്പാളാണ് आगे बोर्ड लगा है റൈറ്റ് സൈഡ് അത് ഈ വീട് കാണാൻ നേപ്പാളിലാണ് ഈ വീടൊക്കെയാണ് നേപ്പാൾ സൈഡാട്ടാ ഇപ്പുറത്തെ ഇന്ത്യ കണ്ട അപ്പുറത്ത് ഇന്ത്യ ഇപ്പുറത്ത് നേപ്പാൾ എങ്ങനെയുണ്ട് ഒരു റോഡിന്റെ വ്യത്യാസമാണേ നേപ്പാളുകാർക്ക് ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഇന്ത്യയിലെടുത്തു ये सुनाना है അയ്യോ ഇവിടെ ये रास्ता का उस पर नेपाल ഇവിടെ നിർത്തി ആ വാല്യൂ എടുക്കായിരുന്നു क्या रुकना है रुकना ആ ഓക്കെ भैया उधर पार्क नहीं इधर पार्किंग करना ഇത്ര അടുത്ത പ്രാവശ്യം ഹിന്ദി എന്തായാലും പഠിക്കും ഗൈസ് കാണാപ്പാടം പഠിക്കണം പത്താം ക്ലാസ്സിൽ ഞാൻ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ച് എനിക്ക് മാത്രമേ ക്വസ്റ്റ്യൻ അല്ല മറ്റേ ക്വസ്റ്റ്യനിൽ വേർഡ് ഉണ്ടാവുമല്ല ആ വേർഡ് പാരഗ്രാഫിൽ തപ്പും എന്നിട്ട് ആ പാരഗ്രാഫിന്റെ സെന്റൻസ് കോപ്പി അടിച്ചങ്ങനെ ഞാൻ ഹിന്ദിക്ക് മാർക്ക് വാങ്ങിച്ച് എന്നാലും B+ ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങളവിടെ നിർത്തിയേട്ടാ ഇത് ഇന്ത്യ ഇത് നേപ്പാൾ അവിടുത്തെ ആൾക്കാർക്ക് വെറുതെ ഒരു റോഡിൻ്റെ വഴിയുള്ളൂ കേട്ടോ ഈ വഴി ചാടി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീടൊക്കെ കാണിച്ചു തന്നില്ലേ അത് നേപ്പാൾ പോലുള്ള വീട് ഇത് ഇന്ത്യയിലെ വീട് ഇത് നേപ്പാൾ വീട് ഇത് ഇന്ത്യ വീട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് വന്നിട്ടാ വാവ് അടിപൊളി സീനറി ഒന്നും പറയാനില്ല വൈഡ് ആംഗിളിലിട്ട് എടുക്കുക ഓക്കെ ഇതെല്ലാം നേപ്പാളാട്ടാ ഒക്കെ നേപ്പാളാണേ ആ വീടൊക്കെ വാവ് മനു അകത്തിരിക്കും കേട്ടോ പാവം വാവ് ഉറങ്ങിപ്പോയി അതാ പക്ഷെ വീഡിയോ എടുക്കണുണ്ടല്ലോ വീഡിയോയിൽ ആൾ കണ്ടോളൂ കുട ഇറങ്ങുന്നുണ്ട് നേപ്പാൾ വീടട്ട അയ്യ ആക്ച്വലി ഈ സൈഡ് ഇന്ത്യ ഈ സൈഡ് നേപ്പാൾ അവിടെ നേപ്പാളിൻ്റെ ബോർഡർ സെക്യൂരിറ്റിയുടെ ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ ഞാൻ മറന്നുപോയി ആ വഴി കൂടെ നമ്മൾ പോകണത് പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും വലിയ ആലീസ് ആയതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഫ്രണ്ട്ലി നേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയിനും മറ്റേ ഇതൊന്നും ഇല്ലാന്ന് മാത്രം ആ മുള്ളുവള്ളി അതിനെന്താ പറയണേ മുള്ളുവള്ളി കമ്പിവേലി അത് തന്നെ കമ്പിവേലി ഇവര് നേപ്പാളീസ് ആയിരിക്കും തോന്നുന്നു അവർ ഇന്ത്യയിലോട്ട് കിടക്കണം ഇല്ലീഗലായിട്ട് കണ്ടോ ഓക്കെ ഇത് SSB ഏട്ടാ ഇത് മറ്റേ നമ്മുടെ നേപ്പാളിൻ്റെ എന്തോ ഒരു മിലിറ്ററി സംഭവമാണ് ഇതിൽ കൂടെ കയറിപ്പോ गेट है नेपाल ഇത് നേപ്പാളിലോട്ട് കയറാനായിട്ടുള്ള ക്യൂ ആട്ടാ ക്യൂ അല്ല അവർ പാർക്ക് ചെയ്തേക്കണ ഇവിടുന്ന് നമുക്ക് കയറി 2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലോത്തുകൾ കിട്ടും കേട്ടോ 10,000 രൂപയൊക്കെ തന്നെ വില വരും പക്ഷെ നല്ല ക്വാളിറ്റി സാധനം കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ അയ്യോടാ അവിടെ ബ്ലോക്ക് ആയിപ്പോയി ഈ ഇതാട്ടാ ഇതിലെ മറ്റേ നോർമലായിട്ട് കയറണമെങ്കിൽ നമുക്ക് ഈ വഴി കയറാം കേട്ടോ കണ്ട ഗേറ്റ് കണ്ട നേപ്പാളിലോട്ട് കയറുന്ന വഴി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേപ്പാളാട്ടാ കയറി അങ്ങ് പോവാം ഞങ്ങൾ കയറുന്നില്ല ഞങ്ങൾ ഓൾറെഡി നേപ്പാളിൽ കയറിയതാണല്ലോ ഒരു ദിവസം ഫുള്ള് നേപ്പാളിൽ സ്പെൻഡ് ചെയ്ത കാരണം കൊണ്ട് ഞങ്ങൾ കയറുന്നില്ല ഇനി ടൈമും ഇല്ല ये छोटा सा काल जो लिया ना यहाँ सस्ता मिलेगा ഇതൊക്കെ നേപ്പാളിലെ ഭാഗത്ത് 500 रुपया नेपाल में 500 बोला था നമുക്ക് ഡാർജിലിംഗ് വരുവാണെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ചയോളം സ്പെൻഡ് ചെയ്യാണ് ടൈം ചെയ്യാൻ എന്നാലും നമുക്ക് റെസ്റ്റും എടുത്ത് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ടയർഡായി കാരണം കുറേ സ്ഥലങ്ങളുണ്ട് ഡാർജിലിംഗിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ഫുള്ള് 24/7 അതായത് 12 മാസത്തിൽ 24/7 സ്നോ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് സന്തക്പൂർ എന്ന് പറഞ്ഞ സ്ഥലം അത് 12 months ഇതാണ് മറ്റേ മഞ്ഞ് ഇതാണെന്നാണ് പറയണേ ഡ്രൈവർ ചേട്ടന് ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് പോട്ടെ ഇവിടെ ഇപ്പം ലാഭം ഒന്ന് തോന്നണം ഇതായിരുന്നല്ലോ ഇന്നലെ കഴിച്ചത് ഇതാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ച് സാട്ട ചെയ്ത് ഇത് കഴിച്ചത് എന്ത് ടേസ്റ്റാണെന്ന് അറിയത് വെറുതെ ഇവിടെ പുഴുങ്ങി
പിന്നെ കുറച്ച് ഡ്രസ്സിങ് ഇട്ടിട്ട് തന്നിട്ടോ. ഉടുക്കത്തെ ടേസ്റ്റ് ഇവരെ സ്റ്റൈൽ. ഞങ്ങൾക്ക് രാത്രി അതായിരുന്നു ഒരു ഫുഡ്. അപ്പോൾ പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോവുക. നമുക്ക് കേരളത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, എത്ര ടൈം എടുക്കും, 4-5 ദിവസം കൊണ്ട് അത് ഉണങ്ങി കരിഞ്ഞു പോകും. പുള്ളി ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോവുക. വിലക്കുറവായിരിക്കും. ഒന്നും കൂടെ വീഡിയോ എടുത്ത് വെച്ചേക്കാം, നാട്ടിലെവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇത് വാങ്ങണം. എന്നിട്ട് വെറുതെ പുഴുങ്ങിയിട്ട് കുറച്ച് ഡ്രസ്സിങ് ഇട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഡാർജിലിങ്ങിൻ്റെ ടീ എസ്റ്റേറ്റ് നമ്മളിവിടെ വന്നിട്ട് അതെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയുണ്ട്. ടീ ഷോപ്പൊക്കെ ചേട്ടാ എവിടെ നിന്ന് നിർത്തിയേട്ടാ കഴിക്കാൻ? ഞങ്ങളിത് അപ്പുറത്തെ മലയിൽ നിന്നാണ് നമ്മൾ ഇപ്പുറത്തെ മലയിലോട്ട് വന്നേക്കണത്. അപ്പുറത്താണ് ഡാർജിലിങ്ങിൻ്റെ മല, അങ്ങ് ദൂരെ. അപ്പം നമ്മൾ അതിൻ്റെ നേരെ കാണുന്ന മലയിലായിരുന്നു നമ്മളിപ്പോൾ പോകണം. അപ്പോൾ ഇതാണ് മിറിക് ബസാർ. ഞങ്ങളപ്പോൾ മിറിക് എത്തി. എന്താ പറയുക, മിറിക്കല്ലേ? മിറികെത്തി. മിറിക് ടൗൺ ബസാർ. ബസാറും ടൗണും ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റല്ലേ. ഡാർജിലിംഗിൽ എല്ലാം ട്രാഫിക് പോലീസ്, ട്രാഫിക്കിന് എല്ലാം പെമ്പിള്ളാരാണ് കേട്ടോ, എല്ലാം ഫീമെയിലാ. എല്ലാം ഫീമെയിലാ. അപ്പൊ ഞങ്ങളിവിടെ മിറിക്കിൽ വന്നിട്ട് മിറിക് ലേക്ക് കാണാൻ വന്നേക്കുക. അതുകൂടെ ഉറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അതുകൂടെ ദേ എണീറ്റ്. അതുകൂടെ നോക്കിയാ പ്രാവ്, കൂടെ താഴത്തെ പ്രാവ് നോക്കി. അതുകൂടെ പനിയല്ലേ, പക്ഷോ മണ്ണു കുഞ്ഞിന് പനിയായാ. ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ, നമുക്ക് ജാക്കറ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല. നല്ല സുഖമാണ് ഇവിടെ വെയിലത്ത് ഇറങ്ങിയിട്ട്. ഞങ്ങളിതേ ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ബേർന്ന് പറയും ഇവിടെ. നമ്മൾ എന്താണ് കാരക്കയുടെ ബേർ കഴിക്കണേ. മലയാളത്തില് കാരക്കെന്നല്ല പറയണേ, പച്ച കളർ സാധനം. എടാ മറ്റേ പച്ച കളർ സാധനം കാരക്കല്ല എടാ അത്. അപ്പൊ അതിന്റെ ഒരു വേറെ വെറൈറ്റി ആണിത്. അതിനെ ബേർന്ന് പറയണേ, ഇവിടെ ബേർന്ന് പറയും. ഞങ്ങൾ ചെറുപ്പത്തിൽ കുറെ തിന്നുമായിരുന്നു, മരത്തിലൊക്കെ കയറി പറിച്ചിട്ട്. ഇതിപ്പോ ഞങ്ങൾ തിന്നു നോക്കട്ടെ. ഇന്ത്യയുടെ ഫ്ലാഗ് ചെറുതായിട്ട് കീറിപ്പോയെന്നുണ്ട് സൈഡിൽ കൂടെ. നല്ല രസമുണ്ട് കാറ്റത്ത് പറക്കണ കാണാനല്ലേ. ഇന്ത്യയുടെ ഫ്ലാഗ് എപ്പോഴും പറക്കുമ്പോൾ നല്ല രസമല്ലേടാ. ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് അങ്ങനെ പറക്കണ കണ്ടിട്ടുള്ളൂ, ഞാൻ വേറെ ഫ്ലാഗ് ഒന്നും കണ്ടിട്ടില്ല. അല്ലേ, ഫ്രാൻസിന്റെ ഫ്ലാഗ് കണ്ടിട്ടുണ്ട്. അകത്ത് കയറിയപ്പോൾ എന്തോ മിറിക് മെഗാ ട്രേഡ് ഫെയർ എന്നപ്പോൾ ഞാൻ സാധനം കണ്ടു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് കയറുക. കുറേ ഡ്രസ് കളക്ഷൻസും കുറേ എന്താ പറയുക ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നതിനകത്ത്. നമുക്ക് ഇതെല്ലാം കേട്ടിട്ട് നോക്കാം. നോർമലും നമ്മുടെ നാട്ടിലുള്ള ഫെയർ പോലത്തെ തന്നെ അല്ലേടാ. ഇതേടാ സിന്ദൂരം അവിടെ ഉണ്ടാവുന്ന തോന്നട്ടാ. കൊച്ചിന് എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ വാങ്ങിക്കാടാ. വാ, നമ്മുടെ ഒരു ടോയ് ഷോപ്പ്. ഇത് നോക്കിക്കാ, മീനിന്റെ ഒരു സംഭവം നല്ല രസമുണ്ടല്ലേ. കുറെ ആക്സസറീസും കമ്മലും അതൊക്കെ. സിറാമിക് നോക്കി, നല്ല രസമുണ്ടല്ലേ. ഇതാടാ എന്തെങ്കിലും വാങ്ങിക്കണോടാ സിറാമിക്? ഇതാടാ ലേക്ക് അങ്ങ് അറ്റത്താന്ന് പറയണുണ്ട്. കുറേ നടന്നങ്ങ് പോകണം, നല്ല മഴക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ലേക്ക് കയറണില്ല. ഞങ്ങൾ ഏതായാലും പാതി സ്ഥലം നടന്നിട്ട് അങ്ങ് പോവുക. കൊച്ചിന് വയ്യാത്ത കൊണ്ടേ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കുറച്ച് പേടി. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ബോട്ടിങ് ദ പ്ലാൻ. ഞങ്ങൾ ഏതായാലും തിരിച്ചു പോവുക. അങ്ങനെയാണ്. ഇറങ്ങിയിട്ട് ഈ പാലം കയറി കഴിഞ്ഞാൽ പിന്നെ നോർമൽ ബസ് जल्दी 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 बैठिए मारो ഇതിൽ അതുകൊണ്ട് ഇത് അവിടെ ചെയ്യണം. ആ ഇതുണ്ട് പാറപ്പടി അങ്ങനെ നിൽക്കാൻ പറ്റാത്ത കാരണം ഇതുണ്ട് സ്റ്റീൽ പാലോ. അപ്പോൾ ഞങ്ങൾ BSF ക്യാമ്പിൽ വീണ്ടും എത്തിയേട്ടാ. ഇന്ന് വൈകുന്നേരം ട്രെയിന്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇടാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഫോണിൽ ഇതില്ല, ബാറ്ററി ഇല്ല, ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അടുത്തായിട്ട് വീഡിയോ കാണുന്നവരെ ടാറ്റാ.